നമസ്കാരം. പ്രധാന വാർത്തകൾ. നരഭോജി കടുവ കാട് കയറിയില്ല. മലപ്പുറം കരുവാരക്കുണ്ടിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം. പട്ടാമ്പി മേഖലയിൽ ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിക്കുന്നതായും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട്. ഒറ്റപ്പാലം ആയന്നൂർ പാലത്തിൽ പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരെ കടിച്ചു പരിക്കേൽപ്പിച്ചത് പേപ്പട്ടിയെന്ന് സ്ഥിരീകരിച്ച മൃഗസംരക്ഷണ വകുപ്പ്. പ്രദേശത്തെ മറ്റ് നായ്ക്കൾക്ക് കൂടി പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്ന് താലൂക്ക് വികസന സമിതിയിൽ ഉദ്യോഗസ്ഥർ. SSLCക്ക് കൂടുതൽ പേർ വിജയിച്ച മലപ്പുറം ജില്ലയിൽ +1 ഒന്നാം അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ പകുതിയോളം കുട്ടികൾ പുറത്ത്. മെറിറ്റിൽ പ്രവേശനം ലഭിച്ചത് 18,368 പേർക്ക്. വാർത്തകളിലേക്ക് വിശദമായി. നരഭോജി കടുവ കാട് കയറിയിട്ടില്ല. കരുവാരക്കുണ്ടിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. കേരള സ്റ്റേറ്റിലെ A1 ഡിവിഷനിലാണ് വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ കാൽപ്പാടുകൾ കണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണ ക്യാമറയും സ്ഥാപിച്ചു. 12 ദിവസത്തിനു ശേഷം കരുവാരക്കുണ്ടിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. 2 ദിവസങ്ങളിൽ 160 പേർ നടത്തിയ കോമ്പിംഗ് പരിശോധനയിൽ കടുവയെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഊർജിത തിരച്ചിൽ അവസാനിപ്പിച്ച് സംഘം മടങ്ങുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ച രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സാധാരണഗതിയിൽ നടത്തിയ പരിശോധനയിലാണ് നരഭോജി കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഇതോടെ കടുവ കാട് കയറിയിട്ടില്ലെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. കാൽപ്പാടുകൾ കണ്ടെത്തിയ സ്ഥലത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ ദൃശ്യം പതിഞ്ഞാൽ കെണി സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് വനപാലകർ. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം. കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാനുള്ള കാലതാമസം ഒഴിവാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ജനപ്രതിനിധികളുടെ അഭാവം ഇത്തവണയും യോഗത്തിൽ പ്രകടമായി. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലാണ് ഈ മാസത്തെ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. പട്ടാമ്പി മേഖലയിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നതായും ഇതിനെതിരെ ജാഗ്രത വേണമെന്നും യോഗത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരിദാസ് സൂചിപ്പിച്ചു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 69 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 160ഓളം പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചതായും സംശയമുണ്ട്. മഞ്ഞപ്പിത്തവും ചിലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോവിഡ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്ന വേളയിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. പട്ടാമ്പി ടൗണിലെ കുടിവെള്ള പൈപ്പ് മാറ്റിസ്ഥാപിക്കൽ വേഗത്തിലാക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി ആവശ്യപ്പെട്ടു. ഇതിനുശേഷമേ റോഡ് നവീകരണത്തിന്റെ മറ്റ് പ്രവൃത്തികൾ ആരംഭിക്കാനാവൂ എന്നും അവർ സൂചിപ്പിച്ചു. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്താലേ ഇപ്പോൾ ആകെ ചെളിയിട്ടാണ്. SBIയുടെ മുന്നിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അവർ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പൈപ്പടിലെ അത് എത്രയും പെട്ടെന്ന് തീർക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് സ്ഥലം കണ്ടെത്താത്തതുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മാറ്റിക്കൊണ്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ചാലും നമുക്ക് മറ്റുള്ള വർക്കുകളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ SCBയുടെ വർക്കാണ് വരുന്നത്. ഇതൊക്കെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. അപ്പോൾ പൈപ്പെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇപ്പം മഴക്കാലമായി ഇനി എന്തായാലും ഒരു പൈപ്പ് പെട്ടെന്ന് ഞങ്ങൾക്ക് പ്രശ്നമില്ല. കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാനുള്ള കാലതാമസം ഒഴിവാക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. പലപ്പോഴും കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയത് നേരെയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കവും ഉണ്ടാകുന്നുണ്ടെന്നും അംഗങ്ങൾ സൂചിപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ അഴുക്കുചാലുകളിൽ വെള്ളം കെട്ടിനിൽക്കുന്ന പ്രശ്നത്തിന് നടപടി വേണമെന്ന ആവശ്യവും ഉയർന്നു. വിളയൂർ ചുണ്ടമ്പറ്റ റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട വിഷയവും യോഗത്തിൽ ചർച്ചയായി. മറ്റ് ജനകീയ വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. ഇത്തവണയും ജനപ്രതിനിധികളുടെ അഭാവം യോഗത്തിൽ നിഴലിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ APM സക്കറിയ, ഷറഫുദ്ദീൻ കളത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടിയടത്തോൾ, കുലുക്കലൂർ പഞ്ചായത്ത് അംഗം സുധാകരൻ, തഹസിൽദാർ TP കിഷോർ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ കൃഷ്ണകുമാർ, അഫ്സത്ത്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സംസാരിച്ചു. കുലുക്കലൂർ മേഖലയിൽ അനധികൃതമായി നടത്തുന്ന മദ്യവിൽപ്പനയ്ക്ക് നടപടി വേണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. ചെറുകുപ്പികളിലാക്കി ഓൺലൈൻ പോലെയാണ് മദ്യവിൽപ്പനയെന്നും ആക്ഷേപമുയർന്നു. ബിവറേജുകളിൽ നിന്നും മദ്യം കൊണ്ടുവന്ന് ചെറിയ കുപ്പികളിലാക്കി വീടുകൾ തോറും മദ്യവിൽപ്പന നടത്തുന്ന രീതി കുലുക്കലൂരിൽ വ്യാപകമാണെന്ന് പഞ്ചായത്ത് അംഗം സുധാകരൻ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പരാതിപ്പെട്ടു. ഇത്തരം നടപടികൾക്കെതിരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉണർന്നു പ്രവർത്തിക്കണമെന്നും ആവശ്യമുയർന്നു. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതായും കർശനമായ പരിശോധനയും നടപടികളും ഉണ്ടാകുമെന്നും എക്സൈസ് പോലീസ് അധികൃതർ യോഗത്തിൽ വ്യക്തമാക്കി. ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ താലൂക്കിൽ സ്വീകരിച്ചു വരുന്നതായും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചു.
പിന്നെ ഈ പറയുന്ന ശരിയാണ്, ആളുകളുടെ ട്രെൻഡാണ്. ഈ ചെറിയ കുട്ടികളൊക്കെ 2-3 കുട്ടികളെ വിഷമിക്കുള്ളൂ. അവർ പല പുറത്തുനാട്ടിലും അവിടെ ഒളിപ്പിച്ചു വയ്ക്കും. അപ്പൊ നമ്മൾ ഡയറക്റ്റ് പോകുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു, ഇപ്പൊ നമ്മുടെ എക്സൈസ് ജീപ്പുമായിട്ട് പോകുമ്പോൾ കേസ് കിട്ടില്ല. നമ്മുടെ കേസെല്ലാം എടുക്കുന്നത് നമ്മൾ നോക്കിയിട്ട് ജീവനക്കാരെ സ്വന്തം നമ്മുടെ വാഹനത്തിൽ പോകുമ്പോൾ എടുക്കുന്നത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. പലപ്പോഴും ഒന്നും പ്രശ്നമൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാലും ഈ ഭാഗത്ത് നിന്ന് കേസ് ഒരു 2 കക്ഷിയാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ കേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത് തന്നെ കേസെടുക്കും. ലഹരിക്കെതിരെ പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിൽ പ്രഭാത സവാരിക്കിറങ്ങിയവരെ കടിച്ചു പരിക്കേൽപ്പിച്ചത് പേപ്പട്ടി എന്ന് സ്ഥിരീകരിച്ച് മൃഗസംരക്ഷണ വകുപ്പ്. ഈ സാഹചര്യത്തിൽ പ്രദേശത്തെ മറ്റ് നായകൾക്ക് കൂടി പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. കഴിഞ്ഞ മാസം 23-നായിരുന്നു പ്രഭാത സവാരിക്കിറങ്ങിയ മായന്നൂർ സ്വദേശിനിയായ വയോധികയെയും ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശിയെയും നായ കടിച്ചത്. സാരമായ പരിക്കുകളായിരുന്നു ഇരുവർക്കും. ഇതിനു പിന്നാലെ നായപിടുത്തക്കാരും നാട്ടുകാരും ചേർന്ന് പിടികൂടിയ നായ മൃഗാശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്നു. പേവിഷബാധ സ്ഥിരീകരിച്ചതിനു പിന്നാലെ പ്രദേശത്തെ മുഴുവൻ തെരുവ് നായ്ക്കൾക്കും പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് കത്ത് നൽകിയതായി മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. കുത്തിവയ്പ് വൈകുന്നതിനെ ചൊല്ലി പ്രതിനിധികളിൽ ചിലർ രൂക്ഷമായി വിമർശിച്ചു. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന ആക്ഷേപവും യോഗത്തിലുയർന്നു. താലൂക്കിലെ MLA-മാർ ഇടപെട്ട് ഷെൽട്ടർ ഹോമുകൾ തുടങ്ങി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. സ്കൂളുകളിൽ പോലും നായ്ക്കളുടെ ശല്യം അസഹ്യമാണെന്നും ABC പദ്ധതി ഫലപ്രദമല്ലെന്നും പരാതി ഉയർന്നു. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകിദേവി അധ്യക്ഷയായി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി, തഹസിൽദാർ CM അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ പുഴക്കാട്ടിരി പാലൂർക്കോട്ട വെള്ളച്ചാട്ടത്തിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. വെള്ളച്ചാട്ടം കാണാനെത്തിയ യുവാവ് പാറയിൽ നിന്നും വഴുതി താഴേക്ക് വീണ് മരിച്ചു. വെങ്ങാട് സ്വദേശി ഷിഹാബുദ്ദീനാണ് മരിച്ചത്. ഷിഹാബുദ്ദീന്റെ 7 വയസ്സുള്ള മകനും വീഴ്ചയിൽ ഗുരുതരമായ പരിക്കേറ്റു. മറ്റൊരു യുവാവിനും പരിക്കേറ്റിട്ടുണ്ട്. പെരിന്തൽമണ്ണ കൊളത്തൂരിനടുത്ത പാലൂർക്കോട്ട വെള്ളച്ചാട്ടം കാണാനെത്തിയ വെങ്ങാട് നായരുപടി സ്വദേശി ഷിഹാബുദ്ദീൻ ഞായറാഴ്ച വൈകിട്ടാണ് വെള്ളച്ചാട്ടത്തിൽ അപകടത്തിൽപ്പെട്ടത്. വഴുതലുള്ള പാറയിൽ നിന്ന് തെന്നി താഴേക്ക് വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു. കൂടെ വീണ ഷിഹാബിന്റെ 7 വയസ്സുള്ള മകന് ഗുരുതരമായി പരിക്കേറ്റു. ഇവരുടെ കൂടെ വീണ പഴമുള്ളൂർ സ്വദേശി സുഹൈലിനും പരിക്കേറ്റു. ഷിഹാബിനെയും മകൻ ഷഹസൈബിനെയും പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഷിഹാബുദ്ദീൻ മരണപ്പെട്ടു. സുഹൈൽ EMS സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാധാരണ കുളിക്കാറുള്ള ഭാഗത്തു നിന്നും കൂടുതൽ മുകളിലേക്ക് കയറിയതാണ് 3 പേരും അപകടത്തിൽപ്പെടാൻ കാരണം. മുൻകരുതലുകൾ അവഗണിച്ചും ജാഗ്രത ഇല്ലാതെയും പാലൂർക്കോട്ട വെള്ളച്ചാട്ടത്തിൽ ആളുകൾ എത്തുന്നതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. വെള്ളച്ചാട്ടം കാണാനെത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ SSLC വിജയിച്ച മലപ്പുറം ജില്ലയിൽ +1 ഒന്നാം അലോട്ട്മെന്റ് നടപടികൾ പൂർത്തിയായപ്പോൾ പകുതിയോളം കുട്ടികൾ പുറത്ത്. മെറിറ്റിൽ 18,368 പേർക്ക് പ്രവേശനം ലഭിച്ചു. 18,318 വിദ്യാർത്ഥികൾ താൽക്കാലിക പ്രവേശനം നേടി. +1 മലപ്പുറം ജില്ലയിൽ മെറിറ്റ് കോട്ടയിലും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലുമായി 854 ബാച്ചുകളാണ് ഉള്ളത്. ആകെയുള്ളത് 57,187 സീറ്റുകൾ. ഇതിൽ 40,566 മെറിറ്റ് സീറ്റുകളിലേക്കാണ് ആദ്യഘട്ട അലോട്ട്മെന്റ് നടന്നത്. ഇതിൽ 18,368 പേർക്ക് പൊതുവിഭാഗം മെറിറ്റിൽ സ്ഥിരം പ്രവേശനം ലഭിച്ചു. 18,318 പേർ താൽക്കാലിക പ്രവേശനം നേടി. 3,665 പേർ അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടെങ്കിലും പ്രവേശനം നേടിയിട്ടില്ല. 1,283 സ്പോർട്സ് കോട്ട സീറ്റുകളിൽ 525 പേർ സ്ഥിരം പ്രവേശനവും 486 പേർ താൽക്കാലിക പ്രവേശനവും നേടി. 82,000-ലധികം വിദ്യാർത്ഥികൾ ഈ വർഷം +1 അപേക്ഷ നൽകിയിരുന്നു. ആദ്യ അലോട്ട്മെന്റിൽ തന്നെ പകുതിയോളം കുട്ടികൾ സീറ്റുകൾ ലഭിക്കാതെ പുറത്തു നിൽക്കേണ്ട സ്ഥിതിയാണ്. രണ്ടാം അലോട്ട്മെന്റ് ജൂൺ 10-നും 3-ാം അലോട്ട്മെന്റ് ജൂൺ 16-നും പ്രസിദ്ധീകരിക്കും. 18-നാണ് +1 ക്ലാസുകൾ ആരംഭിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുകളുടെ 2ാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. ജൂൺ 18-നാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം. 19-ന് വോട്ടെടുപ്പ് നടക്കും. 1-ാം ഘട്ട റാൻഡമൈസേഷനിൽ അനുവദിച്ചു കിട്ടിയ 315 വോട്ടിംഗ് യന്ത്രങ്ങളും മറ്റും മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയർ വഴി അനുവദിച്ചു നൽകുന്ന പ്രക്രിയ പൂർത്തിയായി. ഓരോ ബൂത്തിലേക്കും ഏത് വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കണമെന്നത് തീരുമാനിക്കുന്നത് ഈ 2ാം ഘട്ട റാൻഡമൈസേഷൻ പ്രക്രിയ വഴിയാണ്. 263 പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കലക്ടർ VR വിനോദിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയർ വഴി വോട്ടിംഗ് യന്ത്രങ്ങളുടെ റാൻഡമൈസേഷൻ പൂർത്തിയാക്കിയത്. വരണാധികാരിയും പെരിന്തൽമണ്ണ സബ് കളക്ടറുമായ അപൂർവ ത്രിപാഠി, തെരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷകനായ KV മുരളീധരൻ,
പോലീസ് നിരീക്ഷകൻ അരുൺ ശങ്കുഗിരി, ചെലവ് നിരീക്ഷകൻ അങ്കിത് ആനന്ദ്, വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. റാൻഡമൈസേഷന് ശേഷം വോട്ടിംഗ് മെഷീനുകൾ പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കൊണ്ടുപോയി. ജൂൺ 18-നാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം. ജൂൺ 19-ന് വോട്ടെടുപ്പ് നടക്കും. 23-ന് വോട്ടെണ്ണൽ വരെ യന്ത്രങ്ങൾ ഇതേ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. ഇടവേള. വാർത്തകളിലേക്ക്. ഒറ്റ പ്രസവത്തിലെ 4 കൺമണികൾ ഈ അധ്യയന വർഷം ഒരുമിച്ച് സ്കൂളിലെത്തിയത് കൗതുക കാഴ്ചയായി. ചളവറ കുന്നമംഗലം മുസ്തഫ മുബീന ദമ്പതികളുടെ 4 മക്കളാണ് LKGയിൽ ഇത്തവണ ഒരുമിച്ച് പ്രവേശനം നേടിയത്. അയാനാദം, അസാനാദം, ഐസിനാദം, അസ്വിനാദം. ചളവറ കുന്നത്ത് മുസ്തഫയുടെയും മുബീനയുടെയും 4 പൊന്നോമനകളാണിവർ. 4 പേരും ഒറ്റ പ്രസവത്തിലെ കൺമണികൾ. ഇന്ന് ചളവറ ക്രസന്റ് പബ്ലിക് സ്കൂളിലെ KG പ്രവേശനോത്സവത്തിലെ താരങ്ങളും ഇവർ തന്നെയാണ്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കണ്ടുവരുന്ന പ്രതിഭാസമാണിത്. ഒറ്റപ്രസവത്തിൽ തന്നെ 4 കൺമണികൾ. 4 പേരും ഇപ്പോൾ ഇതാ ഒരുമിച്ച് ആദ്യാക്ഷരം കുറിക്കുവാനും എത്തിയിരിക്കുന്നു. ഗർഭസ്ഥകാലത്തു തന്നെ 4 കുഞ്ഞുങ്ങളാണെന്ന വിവരം ഡോക്ടർമാർ മനസ്സിലാക്കിയിരുന്നു. തുടർന്നു നൽകിയ ശ്രദ്ധാപൂർവമുള്ള പരിചരണത്തിനൊടുവിൽ 2021 ജനുവരി 16-നാണ് മുബീന 4 പൊന്നോമനകൾക്ക് ജന്മം നൽകിയത്. നാലു വർഷങ്ങൾക്ക് ശേഷം 4 പേരും ഒരുമിച്ച് ആദ്യാക്ഷരം കുറിക്കുവാനെത്തുമ്പോഴും മാതാപിതാക്കളും സ്കൂൾ അധികൃതരും നാട്ടുകാരും ഏറെ കൗതുകത്തിലാണ്. പക്ഷെ അവർക്ക് കുറച്ച് കുസൃതികൾ ഇതൊക്കെ കുറച്ച് അധികമാണ്. അങ്ങനെയുള്ള കൃതികളുണ്ട്. ഓ ഏകദേശം ചിലവർക്കൊക്കെ മാത്രം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത്രയല്ല. ആ ഓ വളരെ സന്തോഷത്തിലാണ് എല്ലാവരും. ഫാമിലി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര സന്തോഷമുണ്ട്.
4 പേരും ഒപ്പം പോകണതാണ് ഭയങ്കര സന്തോഷം. വാശി കുഴപ്പമൊന്നുമില്ല, വാശിയൊക്കെ ഉണ്ട്. അവര് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, കുറച്ച് വികൃതി കുസൃതിയൊക്കെ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. 7 ലക്ഷത്തിൽ 1 എന്ന് മാത്രം ചാൻസ് ഉള്ള ഒരു പ്രത്യേകതരം അല്ലെങ്കിൽ 7 ലക്ഷത്തിൽ 1 മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് 4 കുട്ടികളൊരു പ്രസവത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആ കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് തന്നെ അഡ്മിഷൻ എടുത്തത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, 4 കുട്ടികൾ ഒരുമിച്ച് വരുമ്പോൾ മാതാപിതാക്കൾക്കും അതുപോലെ അവരുടെ ഫാമിലിക്കും ഉള്ള അതേ ആകാംക്ഷ ഞങ്ങൾ അധ്യാപകർക്കും അതുപോലെ പ്രധാന അധ്യാപിക എന്ന നിലയിൽ എനിക്കുമുണ്ട്. കൗതുകമുണ്ട്. എല്ലാ കുട്ടികളെ പോലെ തന്നെ ഞാൻ ഇവരും കണ്ടിട്ടുള്ളത്. പേരൻസ് വിശ്വസിച്ചിട്ടാണ് എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളത്. ഇത്രയും കാലം പേരൻസ് എങ്ങനെയാണോ കെയർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയായിരിക്കും ഞാൻ ഇവരെയും ബാക്കിയുള്ള കുട്ടികൾസിനെയും ഞാൻ ചെയ്യുന്നത്. നടപ്പിലും ഇരിപ്പിലും ഒരേപോലെയുള്ള പെരുമാറ്റമാണ് ഇവർ 4 പേർക്കും. ചെറിയ കുറുമ്പും വാശിയും ഒക്കെയുണ്ടെങ്കിലും ഇവർ 4 പേരും തമ്മിലുള്ള സൗഹൃദം അതിമനോഹരമാണ്. സ്കൂളിലേക്ക് ആദ്യാക്ഷരം കുറിക്കുവാൻ എത്തിയ 4 പേർക്കും അധ്യാപകരും സ്കൂൾ അധികൃതരും വലിയ സ്വീകരണമാണ് നൽകിയത്. ഒറ്റപ്പാലത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കൊണ്ടുവന്ന പദ്ധതികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് CPI മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതികളായ ബൈപ്പാസിന്റെയും പുതിയ പാലത്തിന്റെയും പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. പദ്ധതികൾ ഉടൻ പൂർത്തീകരിച്ച് ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന് CPI ഒറ്റപ്പാലം മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. CPIയുടെ മുതിർന്ന നേതാവ് P കാസിം പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾക്ക് തുടക്കമായി. PM ദേവദാസ്, K പാറക്കുട്ടി, T ജയപ്രകാശ് എന്നിവർ അടങ്ങിയ പ്രസിഡിയവും OP ലത്തീഫ്, MS പൗലോസ് എന്നിവർ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായും EK സുഭാഷ്, R അനിൽകുമാർ എന്നിവർ മിനിറ്റ്സ് കമ്മിറ്റി അംഗങ്ങളായും L പ്രിയ, നിതിൻ S കുമാർ എന്നിവർ പ്രമേയ അംഗങ്ങളായും തിരഞ്ഞെടുക്കപ്പെട്ടു. EK സുഭാഷ് രക്തസാക്ഷി പ്രമേയവും KN ശിവദാസൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് മണ്ഡല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നവും രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമാണ്. രാഷ്ട്രീയത്തിൽ വിഭിന്നമായിട്ടൊരു കാര്യവും മനുഷ്യനെ ബാധിക്കാത്തതായിട്ടൊന്നുമില്ല. അത് ലോകത്തെമ്പാടുമുള്ള മനുഷ്യ വംശത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായി നമ്മുടെ പാർട്ടി ഈ സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യുകയാണ്. ലോകത്താകമാനമുള്ള മാനവരാശി നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. മനുഷ്യന്റെ മോചനത്തിന് വേണ്ടി, മാനവരാശിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമ്മുടെ പാർട്ടി ഒരു സാർവദേശീയ വീക്ഷണമുള്ള പാർട്ടിയാണ്. കേവലം ഒറ്റപ്പാലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. ലോകത്താകമാനമുള്ള വിവിധ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ നമ്മുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും അതിനോടുള്ള നമ്മുടെ സമീപനം പറയുകയും ചെയ്യുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ OK സൈതലവി, സുമലത മോഹൻദാസ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം A പ്രഭാവതി എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ റിപ്പോർട്ടിലുള്ള ചർച്ചയിൽ R അനിൽകുമാർ, നിതിൻ S കുമാർ, A വാസുദേവൻ, K അഭിലാഷ്, സെയ്ദ് മുഹമ്മദ്, B ഹരികുമാർ, R സുനില, KN ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ 2ാം ദിവസമായ ചൊവ്വാഴ്ച പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കലും അതിന്മേലുള്ള ചർച്ചയും നടക്കും. കൂടാതെ ജില്ലാ സമ്മേളന പ്രതിനിധികളുടെയും പുതിയ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയുടെയും തെരഞ്ഞെടുപ്പും ഉണ്ടാകും. മണ്ണാർക്കാട് MES കോളേജിന് സമീപം ദേശീയപാതയിൽ അപകടകരമായ വിധത്തിൽ ചരക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു. റോഡിൽ പുതിയ തട്ടുകടകളും ഇടം പിടിക്കുന്നു. ഇതോടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വഴി നടക്കാൻ സ്ഥലമില്ലാത്ത സ്ഥിതിയിലായി സ്കൂൾ പരിസരം. മണ്ണാർക്കാട് MES കോളേജിനും MES സ്കൂളിനും ഇടയിലാണ് രാവിലെ മുതൽ മണിക്കൂറുകളോളം ചരക്ക് വാഹനങ്ങൾ നിർത്തിയിടുന്നത്.
ഈ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളും ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. വിദ്യാലയങ്ങൾ വിട്ടാൽ 6000-ലേറെ കുട്ടികളാണ് ഒരേ സമയത്ത് ഇതുവഴി കടന്നു പോകുന്നത്. റോഡിന് നല്ല വീതിയുള്ള സ്ഥലമാണെങ്കിലും വലിയ ചരക്ക് വാഹനങ്ങൾ നിർത്തുന്നത് കാരണം ലോറികൾ മറികടന്ന് വാഹനങ്ങൾ പോകുന്ന ട്രാക്കിലൂടെ വേണം വിദ്യാർത്ഥികൾക്ക് പോകാൻ. മണ്ണാർക്കാട് നഗരത്തിലെ ഗതാഗത കുരുക്ക് കഴിഞ്ഞെത്തുന്ന വാഹനങ്ങൾ കുന്തിപ്പുഴ പാലം കടക്കുന്നതോടെ നല്ല വേഗതയിലാണ് പോകാറ്. കുട്ടികൾ വലിയ ചരക്ക് വാഹനങ്ങൾ മറികടന്ന് റോഡിലൂടെ നടക്കുന്നത് വലിയ അപകടത്തിന് വഴിയൊരുക്കും. ഈ ഭാഗത്ത് റോഡിൽ തട്ടുകടകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതും റോഡിലെ ഗതാഗതത്തെ ബാധിക്കും. സ്കൂൾ സമയത്തെങ്കിലും ഈ ഭാഗത്ത് ചരക്ക് വാഹനങ്ങൾ നിർത്തുന്നത് ഒഴിവാക്കണമെന്നാണ് അധികൃതരോട് ആവശ്യപ്പെടാനുള്ളതെന്ന് പൊതുപ്രവർത്തകൻ ബാബു കേശവൻ പറഞ്ഞു. ഇവിടെ MES കല്ലടി കോളേജിന് പരിസരത്തായിട്ട് നിരവധി ലോറികൾ, മറ്റു വാഹനങ്ങൾ രാത്രി കാലങ്ങളിലും മറ്റു സമയങ്ങളിലും റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് ഇവിടെ ഒരു കോളേജ്, 2 സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കുട്ടികൾക്കും മറ്റ് യാത്രക്കാർക്കും നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ പുറത്ത് വലിയ തോതിലുള്ള അപകടങ്ങൾ ചിലപ്പോൾ സംഭവിക്കാം. നമ്മളൊരു കാര്യം സംഭവിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അപ്പോൾ റോഡ് ഇത്തിരി വീതി കൂടുതലുള്ള ഭാഗമാണ് ഈ MES കല്ലടി കോളേജിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈ വണ്ടികളിങ്ങനെ 2 സൈഡിലും പാർക്ക് ചെയ്തിട്ട് ഡ്രൈവർമാർ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് യാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഉണ്ട്. അപ്പോൾ അതൊന്ന് പരിഹരിക്കണം. താഴേക്കോട് കാപ്പുപറമ്പിലെ ദേശീയപാതയോരത്തെ ഉണങ്ങിയ മരം യാത്രക്കാർക്കും കെട്ടിടങ്ങൾക്കും ഭീഷണിയാകുന്നു. താഴേക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മരത്തിന് ചുവട്ടിലൂടെയാണ് നടന്നു പോകുന്നത്. അപകടാവസ്ഥയിലുള്ള മരം അടിയന്തരമായി മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 1 വർഷത്തോളമായി കാണും മരം ഉണങ്ങിയിട്ടെന്നാണ് പ്രദേശത്തുള്ളവർ പറയുന്നത്. തൊലിയെല്ലാം ഉണങ്ങി അടർന്നു പോയത് കാണാം. കൂടാതെ കൊമ്പുകൾ പൊട്ടി വീഴാറുമുണ്ട്. വലിയ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ ഹോട്ടലും പ്രവർത്തിക്കുന്നുണ്ട്. താഴേക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള 100 കണക്കിന് വിദ്യാർത്ഥികൾ ഈ മരത്തിന് ചുവട്ടിലൂടെയാണ് കാൽനടയായി പോകാറ്. മാത്രമല്ല മറ്റാളുകളും സജീവമായി ഉണ്ടാകാറുണ്ട്. വാഹനങ്ങൾ മരത്തിന്റെ ചുവട്ടിലായി നിർത്തിയിടാറും പതിവാണ്. ഒരു വശത്ത് ദേശീയപാത, മറുവശങ്ങളിൽ കെട്ടിടവും വീടും. സ്വാഭാവികമായി മരം എങ്ങോട്ട് വീണാലും അപകടമാണ്. അതിനു മുന്നേ മരം മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ P. ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങ് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി P. അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെയും ജില്ലയിലെ കർഷക പ്രസ്ഥാനത്തെയും ശക്തിപ്പെടുത്തിയത് P. ബാലനാണെന്നും യോഗത്തിൽ അനുസ്മരിച്ചു. DCC മെമ്പർ VV ഷൗക്കത്ത് അലി, P. മുത്തു, അൻവർ ആമ്പാടത്ത്, സക്കീർ തയ്യിൽ, TK ഇപ്പു എന്നിവർ പ്രസംഗിച്ചു. ഉന്നത വിജയികൾക്ക് ആദരവിനൊപ്പം നറുക്കെടുപ്പിലൂടെ അൽഫാമും മന്തിയും നൽകി വേറിട്ട ചടങ്ങൊരുക്കി യൂത്ത് കോൺഗ്രസ്. മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഗിരീഷ് ഗുപ്തയുടെ നേതൃത്വത്തിലാണ് വേറിട്ട പ്രവർത്തനം. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ വീട്ടിലെത്തിയാണ് യൂത്ത് കോൺഗ്രസ് ആദരിക്കുന്നത്. ഉപഹാരത്തിന് പുറമെ നറുക്കെടുപ്പും നടത്തും. ഉറപ്പായ ഒരു സമ്മാനമുണ്ടാകും കൂപ്പൺ ബോക്സിൽ. അപ്പോൾ ഈ സമ്മാനങ്ങൾ എന്ത് ചെയ്യാം? ഒരു സമ്മാനമായിട്ടുള്ള ഒരുപാട് സമ്മാനമുണ്ട്. ഉണ്ടായി ക്വാർട്ടർ മന്തി, മെസ്ബാൻ നൽകുന്ന ക്വാർട്ടർ മന്തി കിട്ടി. അനിയത്തി നല്ല വിജയം നേടി അല്ലേ? അനിയത്തിക്കൊന്നും കൊടുത്തില്ല, അനിയത്തി ഒന്നും ഒരു സമ്മാനം. അത് നവാബ്, ഇത് ഓക്കെ. തെങ്കര പഞ്ചായത്ത് പരിധിയിലെ 100-ലധികം വിദ്യാർത്ഥികളുടെ വീട്ടിലാണ് ഇതിനോടകം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി സമ്മാനം നൽകിയത്. സൈക്കിൾ, അൽഫാം, മന്തി, ബ്ലൂടൂത്ത് സ്പീക്കർ, ബിരിയാണി, ഇയർഫോൺ, പഠനോപകരണങ്ങൾ, പ്ലം കേക്ക് അങ്ങനെ വിവിധങ്ങളായ സമ്മാനങ്ങൾ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിലാണ് പുരസ്കാരം നൽകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സനുഷയുടെയും അനീഷയുടെയും വീട്ടിലാണ്. മൂത്താള് +2-ൽ ഉന്നതമായ വിജയം നേടിയിട്ട് നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. അനിയത്തിയും തന്നെ SSLC പരീക്ഷയിൽ നല്ല വിജയം നേടിയിരിക്കുകയാണ്. ഈ ഒരു സന്തോഷത്തോടു കൂടി ഇവരെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഇവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്.
വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. ഒരു വീട്ടിൽ 2 പേര് തന്നെ SSLCയിലും +2ലും വിജയിച്ച് അച്ഛനും അമ്മയൊക്കെ ഒപ്പം സന്തോഷം പങ്കിടാൻ വേണ്ടി അവരുടെ വീട്ടിലെത്തി ആദരിക്കാൻ വേണ്ടി കഴിയുന്നതിലും അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ വീടുകളിൽ എത്തിയിട്ടാണ് ഇവർക്കുള്ള ആദരം എന്നുള്ളത് കൂടി ഈ ഒരു നിമിഷത്തിൽ വളരെയേറെ സന്തോഷമുണ്ടായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാരിസ് തത്തേങ്ങലം, സച്ചിൻ വട്ടോടിയിൽ, അബ്ദുൽ ബാസിദ്, TK ഉമ്മർ എന്നിവർ നേതൃത്വം നൽകി. വെള്ളിനേഴി ഞാളാകുറിശി ലക്ഷ്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ C. ജലജ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2024-25 വർഷത്തെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. 20 വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വാർഡ് മെമ്പർ C. ജലജ പരിപാടി ഉദ്ഘാടനം ചെയ്തു. A. സുമേഷ് അധ്യക്ഷനായി. C. സന്തോഷ് വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. കലാഹാസൻ, സൂരജ്, വിഷ്ണു, അജയകുമാർ, സുധീഷ്, അനിലാഷ് തുടങ്ങിയവരും പങ്കെടുത്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ യൂണിറ്റ് സമ്മേളനം നടന്നു. KCEU സംസ്ഥാന സെക്രട്ടറി P. ഷിബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ യൂണിയന്റെ സമ്മേളനമാണ് ഞായറാഴ്ച നടന്നത്. ചെർപ്പളശ്ശേരി ശബരി ഹാളിൽ വെച്ച് നടന്ന പരിപാടി KCEU സംസ്ഥാന സെക്രട്ടറി P. ഷിബു ഉദ്ഘാടനം ചെയ്തു. ചെർപ്പളശ്ശേരി ആശുപത്രിയെ ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാക്കി മാറ്റണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് കോർപ്പറേറ്റ് എംപ്ലോയീസ് നടത്തേണ്ടത്. നമുക്ക് 200 ജീവനക്കാരുണ്ട്, 90 മെമ്പർഷിപ്പ് ഉണ്ട്. ഇത്രയും മതിയോ? ഈ രീതിയിലേക്ക് പോയാൽ മതിയോ? 2006 ഞാൻ ജോലി ചെയ്യുന്ന NS സ്ഥാപനത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ചെറിയ തുടക്കമായി നിങ്ങൾ 60 ജീവനക്കാർ 10-40 കിടക്ക 4-5 ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ തുടങ്ങിയത്. കോർപ്പറേറ്റ് എംപ്ലോയീസ് യൂണിയൻ ആ വർഷം തന്നെ ആഗസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. യൂണിറ്റ് സെക്രട്ടറി K. മുരളിയെയും പ്രസിഡന്റായി VK അജ്മലിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു. KCEU സംസ്ഥാന കമ്മിറ്റി അംഗം M. ബബിത, ഏരിയ സെക്രട്ടറി VP ഷമീജ്, ഏരിയ പ്രസിഡന്റ് M. സിജു തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി വാണിജ്യ വാർത്തകൾ. ഭക്ഷണപ്രേമികൾക്കൊരു സന്തോഷ വാർത്ത. കോണ്ടിനെന്റൽ വിഭവങ്ങൾ തനത് രുചിയിൽ വിളമ്പാൻ ദ ബീൻ കഫേ താഴേക്കോട് കാപ്പുമുഖത്ത് പ്രവർത്തനം ആരംഭിച്ചു. 14 മണിക്കൂർ പ്രോസസ് ചെയ്യുന്ന ബീഫ് ബ്രിസ്ക്കറ്റും 4 മണിക്കൂർ പ്രോസസ് ചെയ്യുന്ന സ്മോക്ക്ഡ് ചിക്കനും ദ ബീൻ കഫേയിലുണ്ട്. കോണ്ടിനെന്റൽ വിഭവങ്ങൾ തനത് രുചിയിൽ കഴിക്കാൻ ദി ബീൻ കഫേ താഴേക്കോട് കാപ്പുമുഖത്ത് പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപന ഉടമകളായ CM റിയാസ്, CM ഇക്ബാൽ എന്നിവരുടെ പിതാക്കളായ കമ്മാപ്പുവും മൊയ്തീനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായി. പെരിന്തൽമണ്ണയിൽ പോലും ലഭ്യമാക്കാത്ത 14 മണിക്കൂർ പ്രോസസ് ചെയ്യുന്ന ബീഫ് ബ്രിസ്ക്കറ്റ് ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് എല്ലാ ശനിയാഴ്ചകളിലും ദി ബീൻ കഫേ തയ്യാർ ചെയ്തു നൽകും. ഭക്ഷണപ്രേമികളുടെ ഇഷ്ടഭക്ഷണമായ 4 മണിക്കൂർ പ്രോസസ് ചെയ്ത് തയ്യാറാക്കുന്ന സ്മോക്ക്ഡ് ചിക്കൻ ദിവസവും ബീൻ കഫേയിൽ ലഭ്യമാകും. ചിക്കൻ ആൻഡ് ബീഫ് ചാർക്കോൾ ഐറ്റംസും ബീഫ് ആൻഡ് ചിക്കൻ സ്റ്റീക്കും ദി ബീൻ കഫേയിലുണ്ട്.
കൂടാതെ വിവിധതരം ബർഗറുകളും സാൻഡ്വിച്ചും ലഭിക്കും. വെജിറ്റബിൾ ആൻഡ് നോൺ വെജിറ്റബിൾ സൂപ്പുകളും വിവിധ സലാഡുകളും പാസ്തയുമുണ്ട്. ഡെസർട്ടിംഗ് ഐറ്റംസും ചായയും വിവിധതരം കോഫികളുമുണ്ട്. കൂടാതെ എല്ലാ ജ്യൂസ് ഐറ്റംസും ലഭ്യമാണ്. ഓരോ പദാർത്ഥവും തയ്യാറാക്കുന്നതിൽ പ്രത്യേക പരിജ്ഞാനമുള്ള ഷെഫുകളാണ് ഇവിടെയുള്ളത്. ബീഫ് ബ്രിസ്ക്കറ്റ് എന്ന് പറയും. അതിപ്പോൾ ശരിക്കും പെരിന്തൽമണ്ണ എത്തിയിട്ടില്ല, അത് കോട്ടക്കലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കോട്ടക്കൽ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ പെരിന്തൽമണ്ണ ആദ്യമായിട്ടാണ് ദ ബീൻ കഫേ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് പ്രീ ബുക്കിംഗ് ആവശ്യമുണ്ട്. ആഴ്ചയിൽ 2 ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ. നമ്മുടെ കയ്യിൽ പിസ്സ ഉണ്ട്, പിന്നെ സൂപ്പ് ഉണ്ട്, പിന്നെ സ്റ്റാർട്ടർ ആണെന്ന് വെച്ചെങ്കിൽ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ചിക്കൻ നഗറ്റ്സ്, ഫിഷ് ഫിംഗർ, പിന്നെ വെറൈറ്റി ജ്യൂസുകളുണ്ട്, പിന്നെ ഷേക്ക്, പിന്നെ നമ്മുടെ കയ്യിൽ സ്മൂത്തീസ് ഒത്തിരി വരുന്നുണ്ട്, പിന്നെ ബാർബെക്യൂ, പിന്നെ റാപ്പിഡ് ചിക്കൻ, റാപ്പിഡ് ഷവർമ വരുന്നുണ്ട്, സ്മോക്ക്ഡ് ചിക്കൻ വരുന്നുണ്ട്. അങ്ങനെ ഒരു വെസ്റ്റേൺ കൾച്ചർ പക്ഷേ കൂടുതൽ ഇല്ലാത്ത നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത്. കുടുംബത്തോടൊപ്പവും ഒറ്റയ്ക്കും ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന സുന്ദരമായൊരിടമാണ് ദി ബീൻ കഫേ. കൂടാതെ 40ഓളം പേർക്ക് ഒത്തുകൂടാൻ സൗകര്യമുള്ള മീറ്റിംഗ് ഹാളും ഇവിടെയുണ്ട്. നല്ല ആംബിയൻസ് ആണ്, നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്തൊക്കെ ഇരിക്കാനും ഒക്കെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഇവിടുന്ന് ലാത്തയാണ് കഴിച്ചത്. നല്ല രീതിയിൽ മേക്ക് ചെയ്യാനും ഇവിടുത്തെ ബരിസ്റ്റാസൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആണെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യും. നല്ല സ്റ്റാഫാണ്. അതെ, പൊതുവെ കണ്ടുവരാത്ത, ഇപ്പോൾ ഞാൻ പുറത്ത് ജീവിക്കുന്ന ഒരാളാണ്, അപ്പോൾ അവിടെയൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് മെനു വെറൈറ്റീസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നല്ലതാണ്. തീർച്ചയായും ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. പ്രത്യേകിച്ചും വിദേശത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഒരു നല്ലൊരു ടൈം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇവരോട്. ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനത്തിന് വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ഹോം ഡെലിവറി സൗകര്യവുമുണ്ട്. ഇനി കാണാം ഷോർട്ട് ന്യൂസ്. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പുളിയക്കാട്ട് തെരുവ് MV കിട്ടു സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം M സൈദലവി ഉദ്ഘാടനം ചെയ്തു. P ചന്ദ്രൻ അധ്യക്ഷനായി. SSLC +2 LSS വിജയികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. പഞ്ചായത്ത് അംഗം KK ലിനി, വായനശാല സെക്രട്ടറി എബിൻ ബേബി, P രാധാകൃഷ്ണൻ, M വിജിഷ, P ശ്രീജിത്ത്, K ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യയുടെ അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കുവഹിച്ച ഒറ്റപ്പാലം വാരോട് ഷാപ്പുംപടി സ്വദേശി അമൽ ആന്റണിയെ BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയും താലൂക്ക് ഗണേശ സേവാ സമിതിയും ആദരിച്ചു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P വേണുഗോപാൽ, ഗണേശ സേവാ സമിതി താലൂക്ക് ജനറൽ സെക്രട്ടറി P അരവിന്ദൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് രശ്മി ബൈജു, BJP ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരത്തൊടി, ജനറൽ സെക്രട്ടറി സ്വരൂപ്, കൗൺസിലർ C സജിത്ത്, ഗണേശ സേവാ സമിതി ട്രഷറർ വിജയരാഘവൻ, CR അനിൽകുമാർ, അനിൽ പള്ളത്ത്, അജീഷ് M ചന്ദ്രൻ, രമേശ്, അജീഷ് എന്നിവർ പങ്കെടുത്തു. സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങളിൽ വ്യക്തികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കടമ്പഴിപ്പുറം K നാരായണൻ സ്മാരക സാന്ത്വന കേന്ദ്രത്തിന് കീഴിൽ പാലിയേറ്റീവ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് കെയർ സംസ്ഥാന കൺവീനർ MG പ്രവീൺ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. സാന്ത്വന കേന്ദ്രം K രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി C രമേശ്, P സുബ്രഹ്മണ്യൻ, C കൃഷ്ണൻകുട്ടി, ശ്രീവത്സൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
നരഭോജി കടുവ കാട് കയറിയില്ല. മലപ്പുറം കരുവാരക്കുണ്ടിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം. പട്ടാമ്പി മേഖലയിൽ ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിക്കുന്നതായും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട്. ഒറ്റപ്പാലം ആയന്നൂർ പാലത്തിൽ പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരെ കടിച്ചു പരിക്കേൽപ്പിച്ചത് പേപ്പട്ടിയെന്ന് സ്ഥിരീകരിച്ച മൃഗസംരക്ഷണ വകുപ്പ്. പ്രദേശത്തെ മറ്റ് നായ്ക്കൾക്ക് കൂടി പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്ന് താലൂക്ക് വികസന സമിതിയിൽ ഉദ്യോഗസ്ഥർ. SSLCക്ക് കൂടുതൽ പേർ വിജയിച്ച മലപ്പുറം ജില്ലയിൽ +1 ഒന്നാം അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ പകുതിയോളം കുട്ടികൾ പുറത്ത്. മെറിറ്റിൽ പ്രവേശനം ലഭിച്ചത് 18,368 പേർക്ക്.